ഫസ്മിന സക്കീറിന്റെ വിഷയമാണ് ഇപ്പൊ കത്തി നിൽക്കുന്നത്. ഷിംജിതയുടെ വിഷയം കഴിഞ്ഞു. അതില് അന്ന് ദീപക്കിനുണ്ടായ സംഭവം അതേ ലെവലിൽ അതേപോലെ തന്നെയാണ് ഈ ഫസ്മിന സക്കീർ. തൊടുപുഴയെങ്ങാണ്ട് വെച്ചിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ഒരു ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് പിന്നെ സുഡിയോയിൽ പോകണമെന്ന് പറയുന്നു. ഓട്ടോയിൽ പുള്ളിക്കാരി കയറിയതിന് ശേഷം സുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പോഴ് ഓട്ടോക്കാരന് മനസ്സിലാവുന്നില്ല. എന്തോന്ന് മോളെ എവിടെ പോവാൻ, സ്റ്റുഡിയോയിലാ എന്നങ്ങാണ്ട് ചോദിച്ചു. പുള്ളിക്കാരൻ വിചാരിച്ച് സ്റ്റുഡിയോ എന്നുള്ളത് പണ്ടുള്ള ആളുകളല്ലേ, അപ്പോൾ അത്രയ്ക്ക് അറിയാൻ വയ്യ. സ്റ്റുഡിയോ ആണെന്ന് പറഞ്ഞു. അത് അവിടെയൊക്കെ സ്റ്റുഡിയോ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ ഫസ്മിന പറയുന്നുണ്ട് ഹോട്ടലിൽ പോകണമെന്ന്. ഇതെന്തോന്ന് ഇത്, ഓട്ടോയിൽ കയറിയിട്ട് എനിക്ക് ഹോട്ടലിൽ പോകണം, സ്റ്റുഡിയോയിൽ പോകണം, സ്റ്റുഡിയോയിൽ പോകണം, അപ്പി ഇടാൻ പോകണമെന്ന് പറയാത്ത ഭാഗ്യം. അങ്ങനെ ഫസ്മിന അതിനകത്ത് വെച്ചിട്ട് പറയുവാണ് അയാൾ മദ്യപിച്ചെന്ന്. അതല്ല, നീ എന്തായാലും ഊതി നോക്കിയ മദ്യപിച്ചെന്ന്. ആളിൻ്റെ സംസാരം അതങ്ങനെയാണ്. ആളിന് സുഖമില്ലാത്ത ഒരാളാണ്. ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ വേറെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. ആള് മദ്യപാനിയല്ല. അപ്പം ഇതിനെപ്പറ്റി ഒരുപാട് പേര് പ്രതികരിച്ചു. ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് ചീത്തവിളിയാണ് ഫസ്മിന ചെയ്തത് തെണ്ടിത്തരമാണ്. നീ ഒരു ഓട്ടോയിൽ ചെന്ന് കയറിയിട്ട് നിനക്ക് സ്റ്റുഡിയോയിൽ പോകണം എന്ന് പറഞ്ഞു. അവർ പണ്ടുള്ള ആളുകളല്ലേ, അവർക്ക് ഈ സ്റ്റുഡിയോ എന്തരാണെന്ന് അറിഞ്ഞുകൂടാ. അവർ പറയുന്നത് സ്റ്റുഡിയോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേ അവരെടുത്ത് കയർക്കാണ്. ആ നിങ്ങൾ ഇവിടെ കിടന്ന് ഓട്ടോ ഓടണം, നിങ്ങൾക്ക് അറിയാൻ വയ്യേ, സ്റ്റുഡിയോയും ഹോട്ടലും ഒന്നും അറിയാൻ വയ്യേ എന്നും പറഞ്ഞ് ആളിൻ്റെ മണ്ടേ കയറണം. എന്നിട്ട് ചോദിക്കുന്നു സ്റ്റിയറിങ് പിടിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ നീയല്ലേ പഠിപ്പിച്ചു കൊടുത്തത്, സ്റ്റിയറിങ് പിടിക്കാൻ അറിഞ്ഞൂടാ, അയാളിരുന്ന് ആടണ്, ലൈസൻസ് കട്ട് ചെയ്യും. പിന്നെ ലൈസൻസ് കട്ട് ചെയ്യാതിരിക്കണ നീയല്ലേ അവിടെ ഇരിക്കണത്, ലൈസൻസ് കട്ട് ചെയ്യണ സ്ഥലത്ത്. നിനക്ക് കുറേ പണം അങ്ങോട്ട് വന്നു. പലരെയും വെച്ചിട്ട് ഫസ്മിന കണ്ടന്റ് ഉണ്ടാക്കി. ഫസ്മിനയുടെ ഭർത്താവെന്ന് പറയുന്ന എന്തേലും അല്ലു അവനെ വെച്ചിട്ട് കുറേ നാൾ തിന്നു. പിന്നെ സഫയെ വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി. അതുപോലെ ലല്ലു എന്ന് പറയണ അവനെ വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി. അതുപോലെ തൊപ്പിയെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണം. നിനക്ക് എല്ലാവരും ഒരു കണ്ടന്റാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയി സഫയെ കെട്ടിപ്പിടിക്കണുണ്ട്, അതും ഒരു കണ്ടന്റ്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പണം ഉണ്ടാക്കി നിനക്ക് റീച്ചും ഉണ്ടായപ്പോൾ പിന്നെ സഫയായിട്ട് പോയി കെട്ടിപ്പിടിക്കണം. അതൊക്കെ പോട്ടെ, അതെന്തോ ആവട്ടെ. ഇപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അതിന് പ്രതികരിച്ചു. നമ്മളെ ഓട്ടോ ചേട്ടൻ പറയണം. ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഇയാളെ വീട്ടിലല്ലായിരുന്ന ഫസ്മിന ഇയാളെ വീട്ടിലായിരുന്ന അയാളുടെ അടുത്ത് ചോദിക്കുന്നു വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. കഷ്ടമുണ്ട് കേട്ടാ. അവരെ അന്നത്തിന് വേണ്ടി ആ ഒരു ഓട്ടോയും എടുത്ത് നേരം വെളുത്ത് അങ്ങനെ കൊണ്ടിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ 500 രൂപയോ 600 രൂപ അല്ലെങ്കിൽ പോട്ടെ 1000 രൂപ കിട്ടും. അതുകൊണ്ട് ചെന്നാണ് ആളിൻ്റെ വീട് കഴിഞ്ഞു പോണത്, ആ കുടുംബം കഴിഞ്ഞു പോണത്. അപ്പം അയാളടുത്ത് അയാളെ ഓട്ടോയിൽ കയറിയിട്ട് ചോദിക്കുന്നു വെള്ളം അടിച്ചിട്ടുണ്ടോ. ഷൂന്ന് ഊതാൻ പറയാത്ത എന്തായിരുന്നു നീ? ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയാം ഇല്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് ആളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. KL 38 പിന്നെ നിന്റെ അയ്യോ നീ ഭയങ്കര നീ പല്ലൊന്നും കടിച്ചു കുടിക്കണ്ട. നീ എല്ലാരടുത്തും ഇങ്ങനെ തന്നെയാണ് വെസ്മിന. നിനക്ക് റീച്ച് വേണം, നിനക്ക് കണ്ടന്റ് വേണം, നിനക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം. അതിനു വേണ്ടി നീ പാവങ്ങളെ വെച്ചിട്ട് പോലും മുതലെടുക്കുന്നു. നീ അല്ലാതെ ബാക്കിയുള്ളവരെ വെച്ചിട്ട് നീ മുതലെടുത്തു. ഇനി നീ പാവങ്ങളെ മണ്ടയിലാണ് കയറുന്നത്. ഓ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പാവം പിടിച്ചവന്റെ ജീവിതം എങ്ങനെ തകർക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ ഇച്ചേച്ചി. ചേട്ടന്റെ പേര് രാജു എന്നാണ്, തൊടുപുഴ സ്വദേശിയാണ്. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഈ ഇച്ചേച്ചിയും ഒരു ചേട്ടനും കൂടെ ഓട്ടോയിൽ കയറി. ഈ പാവം പിടിച്ച ഓട്ടോ ഡ്രൈവറോട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോ അതെന്ത് ആ ചേട്ടന് നാക്കില്ലേ? നിന്റെ നാക്ക് മാത്രം എന്താ ഇളവിയത്? അതിനെന്ത് നിനക്ക് പണി കിട്ടി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞേന്. പണി വരുന്നുണ്ട് മക്കളെ, ബസ്മിന പണി വരുന്നുണ്ട്. പാവം പിടിച്ചവൻ ഈ സ്റ്റുഡിയോ എന്നാന്ന് മനസ്സിലായില്ല. ആ പുള്ളി പറഞ്ഞു ഇവിടെ ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട്. ഏത് സ്റ്റുഡിയോ അല്ല, പുള്ളിക്ക് ഈ ഫോട്ടോ പിടിക്കുന്ന മറ്റേ സ്റ്റുഡിയോയെ കുറിച്ച് അറിയത്തുള്ളൂ. അപ്പൊ ഈ പാവം പിടിച്ച ആളെ അറിയാത്തത് കൊണ്ട് ഈ പറഞ്ഞ ഒരു വാക്കിന് നിന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ഇവൾ ഒരു വീഡിയോ. ബസ്മിന നീ സോഷ്യൽ മീഡിയ വഴിയല്ലായിരുന്നു ഇത് ഇടാനുള്ളത്. ഇതുപോലെയാണ് ഷിംജിത കാണിച്ചത്. എന്തോന്ന് ചെയ്യണമായിരുന്നു? അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്ന? ഇത്രയും ടൗണിലൊക്കെ പോലീസ് സ്റ്റേഷൻ കാണുമല്ലോ. അവിടെ കൊണ്ടുവന്ന് നീ കൊടുക്കാൻ എന്തായിരുന്നു? എന്നിട്ട് ആ മനുഷ്യനെ കൂടെ വിളിപ്പിച്ചനായിരുന്നല്ല. അപ്പോഴും നിനക്ക് റീച്ച് വേണം. നിന്റെ ചാനലിലൂടെ ഇൻസ്റ്റയിലും കണ്ട പോസ്റ്റ് ചെയ്ത് അത് കയറി അങ്ങ് വൈറലായി. അറിയാമല്ല, നീ എല്ലാവരെയും വീഡിയോ നീ ചെയ്യണം. നിനക്ക് 100 വ്യൂ 200 വ്യൂ അല്ലെങ്കിൽ പോട്ടെ 1000 വ്യൂ അല്ല നിനക്ക് കിട്ടണത്. നീ ഓരോരുത്തരെ വെച്ചിട്ടും ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണത്. നിനക്ക് 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം വ്യൂ ആണ് നിനക്ക് കിട്ടണത്. നിനക്ക് നല്ല റീച്ചാണ്. അപ്പം നിനക്ക് അതിൽ നിന്നൊക്കെ നല്ല വരുമാനമാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, ആ പാവപ്പെട്ട മനുഷ്യന് ഇപ്പോൾ ഓട്ടോ ഓടാൻ പറ്റുന്നില്ല, ഓട്ടോ ഓടാനായിട്ട് വിളിക്കുന്നില്ല. അതുകൊണ്ട് അവരെ വീട് പട്ടിണിയാണ്. നീ ഉണ്ടാക്കിയ പണം കുറേ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടു. ഞാൻ പറയണത് ഈ ഓട്ടോ ചേട്ടൻ എന്തോന്ന് ചെയ്യണം, നഷ്ടപരിഹാരം ചോദിക്കണം. അങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെറും തെണ്ടിത്തരമല്ലേ കാണിച്ചത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാത്തത്. അപ്പം നിന്റെ ചാനൽ വളരൂല അല്ലേ? ാണ് ഇവരോട് മോശമായിട്ട് പെരുമാറിയെന്ന്. എന്താണ് മോശമായിട്ട് പെരുമാറിയത്? സ്റ്റുഡിയോ അറിയത്തില്ല എന്ന് പറഞ്ഞു. അതാണോ മോശമായിട്ടുള്ള ഒരു വർത്തമാനം എന്ന് പറയുന്നത്? ഇനി അയാളെ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചെന്നുണ്ടെങ്കിൽ നീ തൊട്ടടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണമായിരുന്നു, മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഒരുമാതിരി മറ്റടുത്ത വീഡിയോ ഇട്ടിട്ട് അതും ഡിലീറ്റ് ആക്കി പോയി. അതിന് നീ എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി? നിന്റെ ഇൻസ്റ്റയിൽ വൈറലായ ആ വീഡിയോ എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കി? അപ്പം നിന്റെ കയ്യിലല്ലേ തെറ്റ്? അങ്ങനെ ഉണ്ടെങ്കിൽ നീ ആ ഓട്ടോയുടെ നമ്പരും എടുത്ത്, റസ്മിനാരുടെ അടുത്താണ് പറയുന്നത്, ഓട്ടോയുടെ നമ്പരും എടുത്തെന്ന് നീ പറയുന്നുണ്ടല്ലോ. അതിലല്ല, നിന്റെ ഇൻസ്റ്റയിലല്ല പോസ്റ്റ് ചെയ്യാനുള്ളത്. പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമായിരുന്നു. ആളിങ്ങനെ പെരുമാറി, എന്തോന്ന് പെരുമാറി നമ്മൾ കണ്ടില്ലല്ലോ. ഫസ്മിന ദേഷ്യപ്പെട്ടപ്പോൾ ആ ചേട്ടൻ ഇരുന്നും കൊണ്ട് ഓട്ടോക്കാരൻ ചേട്ടൻ പറയുന്നുണ്ട്, മദ്യപിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് പറഞ്ഞത്. അത് ആളിൻ്റെ സംസാരം അതാണ്, സുഖമില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. അപ്പോൾ പാവങ്ങളെ മണ്ടയിൽ വലിഞ്ഞഴഞ്ഞ് കയറിയെങ്കിലും നിനക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് റീച്ച് വേണം. ഇങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് നേരെ പോലും നിൽക്കാൻ പറ്റൂലല്ലോ. ഇതും ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുമല്ലോ. ആ ഓട്ടോയിൽ കയറിയിട്ട് ആ പാവ ആളിൻ്റെ വീഡിയോ എടുത്ത് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് തിരിച്ച് ഇൻസ്റ്റ വഴി പോസ്റ്റ് ചെയ്തിട്ട് നിനക്ക് റീച്ചിന് വേണ്ടി നീ എന്തായാലും കോലം കാണിക്കുന്നുണ്ട്. ശേഷം സ്റ്റോറി കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. അത്രയും ഉറപ്പുള്ള നിന്നോട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ആദ്യം ആ ചേട്ടന്റെ മകൻ പറയുന്നതും പിന്നെ 1-2 പേര് പറയുന്നതും കൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ടു. രാജു എന്ന് പറയുന്ന ആ ഓട്ടോക്കാരൻ ചേട്ടന്റെ മകൻ വന്ന് പറയുന്നുണ്ട്. അത്ര വിഷമിച്ചാണ് അത് വന്ന് പറയുന്നത്. ആ കുട്ടി പറയണ കേൾക്കാം. അച്ഛൻ തൊഴിൽ ടൗണിലൂടെ ഓട്ടം പോയപ്പോൾ അവിടെ KSRTC സ്റ്റാൻഡിലാണ് ഓട്ടം പോയത്. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ പെൺകുച്ചാൻ്റെ കൂടെ വേറെ ചെറുക്കണമുണ്ടായിരുന്നു. 2 വണ്ടിയിൽ കയറിയെന്ന് പറയുന്നത്. വണ്ടിയിൽ കയറിയിട്ട് സ്റ്റുഡിയോയുടെ അടുത്തുള്ള ഏതോ ഷോപ്പിലിടാൻ പറഞ്ഞു. അച്ഛന് സ്റ്റുഡിയോ ഏതാന്ന് പഴയ ആൾക്കാരില്ലേ, അവർക്ക് സ്റ്റുഡിയോ എന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു വഴി പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം. സ്റ്റുഡിയോ ആണെങ്കിൽ ഇവിടെ ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ പെൺകൊച്ച് കിടന്ന് റേസായി ചൂടായി ഒച്ചയിടുക ചെയ്തതെന്നാണ് പറഞ്ഞു. വണ്ടിയിലിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ തൊടുപുഴ ടൗണിൽ കിടന്നിട്ട് സ്റ്റുഡിയോ പറഞ്ഞാൽ അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റേസ് ആവുക ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 മീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് 2 പേരും ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക ചെയ്ത്. ഇതാണ് ഉണ്ടായത്.
അച്ഛനാണെങ്കിൽ പ്രഷറിന് ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. ഇത് അച്ഛനെ എത്രത്തോളം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യം അത് കാണുമ്പോൾ മനസ്സിലായ? ഇതാണ് സംഭവം. ആ മകൻ പോലും കണ്ടു ആ വീഡിയോ, ജനങ്ങൾ മൊത്തവും കണ്ടു. നീ പോസ്റ്റ് ചെയ്ത വീഡിയോ, ആ പാവ മനുഷ്യനെ പറ്റി പറയുന്ന വീഡിയോ ലോക ജനങ്ങൾ മൊത്തവും കണ്ടു. അതുകൊണ്ടാണ് ആ മകൻ പോലും വന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. മദ്യപിച്ചിട്ടില്ല, മദ്യപിക്കണ ഒരാളല്ല. മകൻ പറയുന്നുണ്ട്, ആ ആള് ഏറ്റു പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചില്ല. മാത്രം നിന്നെ താങ്ങാനും ഫോളോ ചെയ്യാനും നിനക്ക് കമന്റ് ഇടാനുമായിട്ട് കുറെ മൊണ്ണകളുണ്ടാവും. അവന്മാരുടെ മുന്നിലേക്ക് നീ ഈ ഒരു വീഡിയോ ഇട്ട് കൊടുത്തപ്പോ ആ പാവം പിടിച്ചവന്റെ ജീവിതമാണ് നശിപ്പിച്ചത്. അതും പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് വീണ്ടും 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 ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാവം പിടിച്ചവന്റെ ജീവിതം തകർത്തിട്ട്. മദ്യപിക്കുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഇത്രയും മോശമായിട്ടൊരു വീഡിയോ ഇട്ട് ഇവർക്കെതിരെ അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങളല്ല കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്? അല്ല, ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആളിന്റെ സംസാരം കേട്ടാ ഒരുമാതിരിയാണ് ആ സംസാരിക്കണ, ആ രീതിക്കാണ് സംസാരിച്ച. അപ്പൊ എവളിരുന്നോണ്ട് പറയണ് നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാ, എന്തൊക്കെയോ അതിനകത്ത് കിടന്ന് ആ ഓട്ടോയിൽ കിടന്ന് ചാടിക്കടിക്കണുണ്ട്. എന്നിട്ട് എവള് നേരെ തിരിച്ച് ആ പാവപ്പെട്ട ആളിനെയാണ് പറഞ്ഞും കൊണ്ട് എവള് പോസ്റ്റ് ചെയ്തത്. ഉടനെ തന്നെ അവർ ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി, ഒരു പറലങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാൽ ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ്. സുഖമില്ലാത്ത ആളായാലും സംസാരം ഒരുമാതിരിയാണ് കേൾക്കണത്. ആളിന് അസുഖമുള്ള ഒരാളാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട് എന്നെ ഓട്ടം. നീ കൊടുഭസ്മിന നീ ഇഷ്ടം പോലെ ഉണ്ടാക്കിയില്ലേ, നീ ഒരുപാട് പേരെ വെച്ചിട്ട് നീ കണ്ടന്റ് ഉണ്ടാക്കിയില്ലേ. അപ്പൊ അതിൽ നിനക്ക് നല്ല വരുമാനം കിട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്, ഈ പാവത്തിന് കൊടു. വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം. ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവര് പറഞ്ഞു സൂഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ പാടില്ല. എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം. ATL 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞു. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ടിരിക്കും. കറക്റ്റാണ്. ആളിൻ്റെ ഭാഗത്ത് ന്യായം ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യൂല. അതുമല്ല 1 ലക്ഷം രൂപയും കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആള് മദ്യപിച്ചിട്ടുണ്ട് എന്ന് എവള് തെളിയിക്കുകയാണെങ്കിൽ അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവള് കള്ളത്തരമാണ് പറഞ്ഞത്. എന്തുകൊണ്ട് വീഡിയോ മുക്കി? നീ ഇങ്ങനെ പലരെ വെച്ചിട്ടും പണം ഉണ്ടാക്കിയല്ല, കണ്ടമാനം ഉണ്ടാക്കിയല്ല. നിന്റെ ഓരോരോ മോണന്ത ന്യായങ്ങൾ. കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഉണ്ട്. പക്ഷെ നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് കറങ്ങി തിരിഞ്ഞ് അവർക്ക് അതിനുള്ളത് കിട്ടും. നിനക്ക് കറങ്ങി തിരിഞ്ഞ് അത് കിട്ടിയിരിക്കും. നിനക്ക് കിട്ടും. നീ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളു. എന്റെ കൺമുന്നിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളോടാരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൈ ഞൊട്ടണ്ട. നീ ഇങ്ങനെ ഞൊട്ടിയല്ല, നിനക്ക് തിരിച്ചടിക്കാൻ കിടക്കണതേ ഉള്ളൂ ഫസ്മിന. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആളിന് ജീവിക്കാൻ തന്നെ ഇപ്പം മടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഓട്ടോയും കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റണില്ല. ആളുകൾ വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. നീ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചില്ലേ ഒരു മനുഷ്യനെ ബസ്സിൽ വെച്ച് അവൾ അപമാനിച്ചിട്ട് അവൾ പോയി ജയിലിലും കിടന്നിട്ട് സുഖമായിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും അവൾ വെല്ലുവിളിച്ചു ഞാൻ ഇനിയും ചെയ്യുമെന്ന്. അതുപോലെ നിനക്കൊക്കെ തൻ്റെ ഇടം ഉണ്ടല്ലേ, എവിടെ ഇറങ്ങി എന്തും പിടിക്കാമല്ലേ. ആളുകൾ ബാക്കിയുള്ളവർ റോഡേ പോണവരായിരുന്നാലും എന്തെങ്കിലും ചെയ്യണവരായിരുന്നാലും വേറെ അപവാദം പറഞ്ഞുകൊണ്ട് നിനക്കൊക്കെ എന്തും സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യാമല്ലേ. നിനക്കൊക്കെ
ഫേമസ് ആവാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും അല്ലേ ഈ കാണിച്ചു കൂട്ടിയ കോലങ്ങൾ. ആ മനുഷ്യൻ്റെ ജീവിതം വെച്ചാണ് കളിച്ചത്. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം വെച്ചാണ് നീ കളിച്ചിരിക്കണം. നീ ഓർത്തോ.